മാത്രമല്ല CPM-ഉം BJP-യും തമ്മിൽ അവിശുദ്ധമായ ബാന്ധവമുണ്ട് എന്നതിനാൽ തെളിവുകളും അത്തരം വാദങ്ങൾ കൂടി കെ മുരളീധരനും രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ടായാലും ഇപ്പോൾ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള രാഷ്ട്രീയ ബന്ധങ്ങളെ സംബന്ധിച്ചുള്ള വിവാദങ്ങളിലേക്കാണ് ഇന്നും തുടരുന്നത്. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ ഇത് സംബന്ധിച്ചുള്ള ചർച്ചകളിലേക്ക് വരും. പുതിയ വിവാദങ്ങൾ വരുന്നതുവരെ എന്നാണ് മനസ്സിലാക്കാൻ. എന്തായാലും മുഖ്യമന്ത്രി കൂടി മണ്ഡലത്തിൽ എത്തുന്നതോടുകൂടി വീണ്ടും രാഷ്ട്രീയ ചർച്ചകളിലേക്ക് ഇനി ഒരു 7 ദിവസം മാത്രമാണ്, ഇനി കലാശക്കൊട്ടിന് 6 ദിവസം മാത്രമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഏറ്റവും അവസാന നിമിഷത്തിൽ നേതാക്കളും മന്ത്രിമാരൊക്കെ തന്നെയും ഇറങ്ങിക്കൊണ്ട് ശക്തമായ പ്രചരണത്തിലേക്ക് കടക്കും. അതോടൊപ്പം തന്നെ ഈ പുതിയ വിവാദങ്ങളും പുതിയ തെരഞ്ഞെടുപ്പ് ചർച്ചകളും ഉയർന്നു വരുമെന്നും കരുതുന്നു. എന്തായാലും ഇന്നും വെൽഫെയർ പാർട്ടി അൻവർ ഈ സമയം എന്തെടുക്കുന്നു എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കൗതുകം. അദ്ദേഹത്തിന്റെ പ്രചാരണ വഴികൾ എങ്ങനെയാണ്? എന്തെങ്കിലും പുതിയ അജണ്ടകൾ സെറ്റ് ചെയ്യാനുള്ള ശ്രമം അദ്ദേഹം നടത്തുന്നുണ്ടോ? എന്താണ് അൻവറിന്റെ ക്യാമ്പിൽ നിന്നുള്ള അപ്ഡേറ്റ്? PV അൻവർ LDF-നും UDF-നും താരതമ്യം ചെയ്യുമ്പോൾ പൊതുവെ പരസ്യ പ്രചാരണത്തിലും മറ്റുമൊക്കെ വളരെ പിറകിലാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്രയും LDF-നും UDF-നും ബൂത്ത് തലത്തിൽ തന്നെ പ്രവർത്തിക്കാൻ ആളുകളുള്ളപ്പോൾ അതിന്റെ അത്ര ആളുകളില്ല. അതുകൊണ്ട് തന്നെ പൊതുവെ ഒരു വൈകാരികമായ തലം, പ്രത്യേകിച്ച് LDF സർക്കാരിനെതിരെ വൈകാരിക തലം ഉണ്ടാക്കുന്നു. അതോടൊപ്പം തന്നെ UDF അവരെ ഉൾപ്പെടുത്താത്തുള്ള വൈകാരിക തലം ഇത് ഉണ്ടാക്കിക്കൊണ്ട് പരമാവധി വോട്ടുകൾ ആകർഷിക്കാനുള്ള ശ്രമമാണ് ക്യാമ്പയിനിങ്ങിലൂടെ അവർ നടത്തുന്നത്. വാട്സപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ അവർക്ക് സ്വാധീനമുള്ള മേഖലകൾ നേരിട്ടും കുടുംബ ഗ്രൂപ്പുകൾ വഴിയും മറ്റുമൊക്കെയുള്ള ക്യാമ്പയിനുകളിലൂടെ പരമാവധി വോട്ടുകൾ ഉറപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. നേരത്തെ പന്നി കിണി ആക്രമണം ഉണ്ടായ സമയത്ത് നേരത്തെ തന്നെ അദ്ദേഹം ഉന്നയിച്ച ഒരു വിഷയം എന്ന അർത്ഥത്തിൽ വന്യജീവി മേഖലയിൽ, മലയോര മേഖലയിൽ കുറെ കൂടി കടന്നുള്ള പ്രചരണങ്ങളിലേക്കും മറ്റുമൊക്കെ പോകുന്നുണ്ട്. എന്തായാലും പരസ്യ പ്രചരണങ്ങളോ ബൂത്തുതല പരിപാടികൾക്കോ സമയം കുറവാണ്, അല്ലെങ്കിൽ അതിനുള്ള ആളുകളില്ല എന്നുള്ള വസ്തുതയാണ്. അതേസമയം തന്നെ പരമാവധി ക്യാമ്പയിനിങ് നടത്തി വാട്സപ്പ് ഗ്രൂപ്പുകളും ഫാമിലി ഗ്രൂപ്പുകളും വഴിയൊക്കെ ക്യാമ്പയിൻ നടത്തിയും പ്രധാനപ്പെട്ട വ്യക്തികളെയും മറ്റുമൊക്കെ കണ്ടും അത്തരത്തിൽ പരമാവധി വോട്ടുകൾ ശേഖരിക്കാനുള്ള ശ്രമത്തിലാണ് PV അൻവർ ഉള്ളത്. ഇന്നലെ 6 പഞ്ചായത്തുകളുടെ ഓഫീസുകൾ ഇന്നലെ ഒരേ സമയം തന്നെ ഉദ്ഘാടനം ചെയ്തു. അതോടൊപ്പം തന്നെ മറ്റു പ്രചരണ പരിപാടി PV അൻവർ തന്നെയാണ് അവരുടെ പ്രചാരകൻ. യൂസുഫ് പത്താൻ വരാനിരിക്കുന്നു. അദ്ദേഹം മാത്രമാണ് പക്ഷേ തൃണമൂലിൽ നിന്ന് വലിയ അദ്ദേഹം ആദ്യം പറഞ്ഞത് മമതാ ബാനർജി 10 മന്ത്രിമാരും ഒക്കെ പ്രചരണത്തിൽ വരുമെന്ന് പറഞ്ഞതെങ്കിലും യൂസുഫ് പത്താനാണ് ഇപ്പോൾ വരുന്നതായി അവർ തന്നെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും അത്തരം പരിപാടി വരുമ്പോൾ കൂടുതൽ ആളുകളെ കേന്ദ്രീകരിച്ചുള്ള അല്ലെങ്കിൽ സമാഹരിച്ചുള്ള പരിപാടികളിലേക്ക് പോകും. അതുവരെ വളരെ രഹസ്യമായും അതോടൊപ്പം തന്നെ സമാന്തരമായ പ്രവർത്തനങ്ങളിലേക്ക് മുന്നോട്ട് പോകാനാണ് PV അൻവർ തീരുമാനിച്ചിരിക്കുന്നത്. LDF-ഉം UDF-ഉം PV അൻവറിനെ അപ്രസക്തമായി അല്ലെങ്കിൽ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ഒരു പ്രചരണത്തിൽ നേരിട്ടുള്ള ഒരു ആക്രമണത്തിലേക്ക് വന്നതുകൊണ്ട് തന്നെ അവർ രണ്ടുപേരും PV അൻവറിന് മറുപടി കൊടുക്കാനോ മറ്റോ ഒന്നും പോകുന്നില്ല. അതേസമയം തന്നെ PV അൻവർ തന്റേതായ ശക്തി കേന്ദ്രങ്ങളിൽ അല്ലെങ്കിൽ തന്റേതായ സ്വാധീന മേഖലയിൽ വോട്ടുറപ്പിക്കാനുള്ള ശ്രമമാണ് PV അൻവർ നടത്തുന്നത്.